صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل صدق الله فاتبع ملة إبراهيم حنيفا وما كان من المشركين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ എല്ലാവർക്കും സന്തോഷത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും ഈദുൽ അദ്ഹ ആശംസിക്കുകയാണ്. സത്യവിശ്വാസികൾ ഒന്നടങ്കം അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് അവന്റെ ഏകത്വത്തെ വാഴ്ത്തിക്കൊണ്ട് തക്ബീർ ധ്വനികളുമായി കൊണ്ട് ഈദിന്റെ മുസല്ലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ ഏകത്വത്തെ പുകഴ്ത്തിക്കൊണ്ടാണ് സത്യവിശ്വാസികളുടെ ആഘോഷങ്ങൾ പോലും. ഈ ഒരു സമയത്ത് നമുക്കറിയാം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം നാം അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും ഏതെല്ലാം പ്രയാസങ്ങളിലൂടെ കടന്നുപോയാൽ ജീവിതത്തിന്റെ നാനാമുഖങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെല്ലാം രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കടന്നു വന്നാലും സർവസ്വവും അല്ലാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് ആ അല്ലാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ചര്യ പിൻപറ്റാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആവശ്യപ്പെടുന്നത്. ഖുൽ സദഖല്ലാഹ്, നബിയെ പറയുക, അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞിരിക്കുന്നു, ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഋജുമാനസനായ നിലക്ക് ഇബ്രാഹിം നബിയുടെ പാതയെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക. വമാ കാന മിനൽ മുശ്രികീൻ, അദ്ദേഹം ബഹുദൈവാരാധകരിൽപ്പെട്ട ആളായിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മില്ലത്തിനെ പിൻപറ്റുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. എല്ലാ രംഗത്തും നമുക്ക് മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും ഇബ്രാഹിം നബിയുടെ കുടുംബവും. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും നിങ്ങൾക്ക് അനുഗുണമായ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക്, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്നുള്ള നിലക്ക്, ഒരു മകൻ എന്നുള്ള നിലക്ക്, ഒരു ഭർത്താവ് എന്നുള്ള നിലക്ക് വ്യത്യസ്തമായ ഏത് രംഗങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത്. അതുകൊണ്ട് തന്നെ സങ്കീർണതകളേറെ നിറഞ്ഞ ഈ കാലഘട്ടത്തിലും ഏതേത് പരീക്ഷണങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരുമ്പോഴും നമുക്കറിയാം, മുസ്ലിം എന്ന പേര് കൊണ്ട് മാത്രം ആളുകൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും
വർഗീയമായ ചേരിതിരിവുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി ആയി എന്നതിന്റെ പേരിൽ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധിയിലും നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിന് മുന്നിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട്, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ. എനിക്കല്ലാഹ് മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു പോന്നവനാണ്. ഈ ഒരു സന്ദേശം, ഈ ഒരു ധൈര്യം നമ്മുടെ മനസ്സകങ്ങളിലേക്ക് കയറി വരേണ്ടതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ആയതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഏറ്റെടുത്തതിന്റെ പേരിൽ ഏതെല്ലാം പ്രതിസന്ധികൾ ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കേണ്ടി വന്നാലും, ഏതെല്ലാം പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്കല്ലാഹ് മതി, എന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അല്ലാഹു പോന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്, വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. അദ്ദേഹം പ്രഖ്യാപിച്ച സന്ദർഭമുണ്ട്, ഞാനിതാ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്, നിശ്ചയമായും എന്റെ റബ്ബ് എനിക്ക് വഴി കാണിക്കുന്നതാ. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഴി കാണിക്കും എന്ന ബോധ്യത്തിൽ മുന്നോട്ട് കുതിച്ച മഹാനായ പ്രവാചകൻ തന്റെ റബ്ബിനെ കുറിച്ച്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം പഠിപ്പിച്ചത്, അല്ലദീ ഖലഖനി ഫഹുവ യഹ്ദീൻ. എന്നെ സൃഷ്ടിച്ചവനാണ് എന്റെ റബ്ബ്, എനിക്ക് സന്മാർഗം നൽകുന്നവനാണവൻ. വല്ലദീ ഹുവ യുത്ഇമുനി വയസ്ഖീൻ. എനിക്ക് ഭക്ഷണം കഴിപ്പിക്കുന്നവനാണ്, എന്നെ വെള്ളം കുടിപ്പിക്കുന്നവനാണ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. ഞാൻ രോഗിയായി കഴിഞ്ഞാൽ എന്റെ രോഗത്തിന് ശിഫ നൽകുന്നവനാണവൻ. വല്ലദീ യുമീതുനി സുമ്മ യുഹീൻ. എന്നെ മരിപ്പിക്കുന്നവനാണവൻ, മരണാനന്തരം എന്നെ ജീവിപ്പിക്കുന്നവനും അവനാണ്. വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. നാളെ പ്രതിഫല നാളിന്റെ ദിവസം എന്റെ പാപങ്ങൾ അവൻ എനിക്ക് പുറത്തു തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി, രക്ഷിതാവിനെ പറ്റിയുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശദീകരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന്റെ ഹാജിമാർ തൽബിയത്തിൽ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, ലാ ശരീക ലക, അല്ലാഹുവേ നിനക്ക് പങ്കുകാരില്ല, ഇത് തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്യുന്നതമായി നിലകൊള്ളേണ്ടത്. ഈദിന്റെ മുസല്ലയിലേക്ക് പ്രവേശിച്ചപ്പോഴും ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴും നമ്മൾ ചൊല്ലിയത്, ഇനിയും അയ്യാമത്ത് ശരീക്കിന്റെ ദിവസങ്ങളിൽ ഇതേപോലെ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രൂപത്തിൽ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന പ്രഖ്യാപനമാണ്. എല്ലാത്തിനേക്കാളും, എല്ലാ വലിയവരെക്കാളും അത്യുന്നതനായുള്ളവൻ അല്ലാഹുവാണ് എന്ന പ്രഖ്യാപനമാണ്. ഈ പ്രഖ്യാപനത്തെ നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതല്ല അല്ലാഹുവിന് വേണ്ടി സമർപ്പിക്കുവാൻ നാം സന്നദ്ധമാവുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്വന്തം നാട്ടിൽ നിന്ന് ഷാമിലേക്ക് ഹിജ്റ പോകുമ്പോ, അതുപോലെ തന്നെ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ അദ്ദേഹം ആഗ്രഹിച്ചു, എന്റെ ആദർശത്തെ ഇതുപോലെ പ്രബോധനം ചെയ്യാൻ എനിക്ക് മക്കൾ ഉണ്ടായെങ്കിൽ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വാർദ്ധക്യം എത്തിയിട്ടുണ്ട്, പ്രയാസത്തിലാണ്, എങ്കിലും അല്ലാഹുവിനോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. ആ മക്കളുടെ ക്വാളിറ്റി പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ്, മകനെ നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രംഗത്തും പരീക്ഷിക്കുകയാണ്. ആ മകനെ അറുക്കണമെന്ന് പറയുമ്പോഴും അതിന് യാതൊരു വൈമനസ്യവും കാണിക്കാതെ അല്ലാഹുവിന്റെ കൽപ്പനക്ക് എന്താണോ റബ്ബ് കൽപ്പിക്കുന്നത് അതിന് കൃത്യമായി ഉത്തരം നൽകിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിച്ചു കയറിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കുടുംബനാഥനിലും പ്രവാചകനിലും നേതാവിലും പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയുണ്ട്. നമ്മുടെ മക്കളെ ആദർശത്തിൽ ചേർത്ത് പിടിക്കണമെന്ന്, നമ്മുടെ കുടുംബത്തെ ആദർശത്തിൽ ചേർത്ത് പിടിക്കണമെന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുനിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയാ, അല്ലാഹുവേ എന്റെ മക്കളെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചേർത്ത് പിടിക്കുക, ഒന്നിച്ചു കൊണ്ടുപോവുക, ആദർശം പകർന്നു കൊടുത്തുകൊണ്ട്
നാം പഠിച്ച, നാം നേടിയ തൗഹീദിനെ നമ്മുടെ കുടുംബത്തിലേക്ക് അത് പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അവരെ ചേർത്ത് പിടിക്കുവാനും ഇബ്രാഹിം നബിയുടെ ജീവിത ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്ന് പെരുന്നാളാണ്, ഈദാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ആഘോഷത്തിന്റെ വേളയാണ്. പരസ്പരം സന്തോഷിപ്പിക്കുവാനും സ്വയം സന്തോഷിക്കുവാനുമുള്ള സമയമാണ്. പരസ്പരം കെട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം സന്തോഷിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. സമ്മാനങ്ങൾ നൽകുക, ഹദിയകൾ നൽകുക, കുടുംബ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ട് ആരോടും ഒരു വൈരവുമില്ലാതെ പരസ്പരം പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാത്തിനും അപ്പുറത്ത് മാനവികതയ്ക്ക് വലിയ തലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ അയൽവാസികളുണ്ട്, അവരുടെ മതം നോക്കാതെ, അവരുടെ വ്യത്യസ്തങ്ങളായ അവസ്ഥകൾ നോക്കാതെ അവരിലേക്ക് നമ്മുടെ സന്തോഷങ്ങളെ പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് ഈ ഈദിന്റെ മുസല്ലയിലേക്ക് കടന്നു വരാൻ സാധിക്കാത്ത ആളുകളുണ്ട്, അവരെ നാം സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഈദിന് നമ്മുടെ കൂടെ മുസല്ലയിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറുകളിലാണ്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഉണ്ടാവണം. ആ രൂപത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാൻ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ദീൻ മുറുകെ പിടിച്ചതിന്റെ പേരിൽ മാത്രം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഫലസ്തീനിലുണ്ട്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ ദുആകൾ നമ്മുടെ മനസ്സകങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ തക്ബീർ ധ്വനികളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് അയ്യാമത്ത് ശരീക്കിന്റെ ഓരോ ദിവസങ്ങളിലും ഇതുപോലെ തക്ബീർ ചൊല്ലിക്കൊണ്ട് തക്ബീർ ധ്വനികളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കണം. എല്ലാ അർത്ഥത്തിലും ഈ രൂപത്തിൽ നല്ല ഒരു പെരുന്നാൾ ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അല്ലാഹുവേ നിന്റെ ഫضل കൊണ്ട്, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവിധ പ്രയാസങ്ങളെയും നീ ദൂരീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ചെറിയ പെരുന്നാളിൽ പോലും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ ബർസഖിയായ ജീവിതത്തിൽ പ്രകാശം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് കൺകുളിർമ നൽകുന്ന മക്കളാക്കി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളിലും ഞങ്ങളുടെ സന്താനങ്ങളിലും ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങൾക്കും വരും തലമുറകൾക്കും ഞങ്ങളുടെ നാടിനെ പര്യാപ്തമാക്കി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവിധ പാപത്തിന്റെ കറകളെയും നീ പുറത്തു തന്നുകൊണ്ട് ജന്നാത്തുൻ നഈമിൽ ഞങ്ങളെ ഏവരെയും നീ പ്രവേശിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിയൽ ഹാജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا. ربنا إنك رؤوف رحيم.